നമസ്കാരം. അന്യർഹ ജീവികളുമായി ബന്ധപ്പെട്ട ആകാംക്ഷ എല്ലാ കാലത്തും മാനവരാശിക്കുണ്ട് എന്നതിൽ സംശയമില്ല. മനുഷ്യരെ പോലെയുള്ള അല്ലെങ്കിൽ മനുഷ്യരെക്കാൾ വികസിച്ച ജീവികൾ അന്യഗ്രഹത്തിൽ ഉണ്ടാകുമോ എന്നതാണ് എല്ലാവരുടെയും സംശയം. അന്യഗ്രഹത്തിൽ ജീവൻ തേടുന്നത് ശാസ്ത്രലോകത്തിൻ്റെ പ്രധാന ഉദ്യമങ്ങളിൽ ഒന്നാണ്. മറ്റ് ഗ്രഹങ്ങളിൽ ഭൂമിക്ക് സമാനമായ സാഹചര്യങ്ങളുണ്ടോ? ഭൂതകാലത്ത് എപ്പോഴെങ്കിലും ജീവൻ നിലനിന്നിരുന്നോ? ഭാവിയിൽ അതിന് സാധ്യതയുണ്ടോ? തുടങ്ങിയ ചോദ്യങ്ങൾക്കുത്തരം തേടുകയാണ് ഇന്ന് നമ്മുടെ ശാസ്ത്രജ്ഞർ. മനുഷ്യൻ അന്യർഹ ജീവികളെ തേടുന്നതിന് പിന്നിൽ ഭൂമിക്ക് പുറത്ത് ജീവൻ ഉണ്ടോ എന്ന ആകാംക്ഷ മാത്രമാണോ ഉള്ളത്? ഒന്നാലോചിച്ചാൽ അത് മാത്രമല്ല എന്ന് പറയേണ്ടി വരും. ഒരുപക്ഷെ അന്യഗ്രഹ ജീവികൾ ഉണ്ടെങ്കിൽ ജീവൻ നിലനിൽക്കാൻ സാഹചര്യമുള്ള ഗ്രഹം അല്ലെങ്കിൽ ഗ്രഹങ്ങൾ ഉണ്ട് എന്നാണ് കരുതേണ്ടത്. സത്യത്തിൽ അന്യഗ്രഹ ജീവികൾക്കും അപ്പുറം മനുഷ്യൻ തേടുന്നത് മനുഷ്യജീവൻ നിലനിർത്താൻ അനുകൂല സാഹചര്യമുള്ള ഗ്രഹങ്ങളെയാണ്. ചൊവ്വയിലേതിന് സമാനമായി ഒരിക്കൽ ജീവൻ നിലനിർത്തുന്നത് ഭൂമിയിൽ അസാധ്യമായി തീർന്നാൽ അതിന് കഴിയുന്ന ഗ്രഹങ്ങളെ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അതിനായുള്ള അന്വേഷണങ്ങളും കാലാകാലങ്ങളായി നടക്കുന്നുണ്ട്. ഇപ്പോൾ വെറും 20 പ്രകാശവർഷം അകലെ സ്ഥിതി ചെയ്യുന്ന മനുഷ്യവാസം സാധ്യമായേക്കാമെന്ന് കരുതുന്ന ഒരു ഗ്രഹത്തെ കണ്ടെത്തിയിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ. HD 20794d എന്നാണ് ഈ ഗ്രഹത്തിന് ശാസ്ത്രജ്ഞർ പേര് നൽകിയിരിക്കുന്നത്. ഭൂമിയേക്കാൾ 6 മടങ്ങ് ഭാരമുള്ള ഈ എക്സോപ്ലാനറ്റ് സൂര്യന് സമാനമായ ഒരു നക്ഷത്രത്തെ ചുറ്റുകയും വാസയോഗ്യമായ മേഖലയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു. അതായത് ദ്രാവക ജലത്തെയും ഒരുപക്ഷെ ജീവനെയും പിന്തുണയ്ക്കുവാൻ ഈ ഗ്രഹത്തിന് കഴിയുമെന്ന് സാരം. ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞനായ ഡോക്ടർ മൈക്കൽ ക്രൈറ്റ്ഗ്രിയനും സംഘവുമാണ് ഈ സൂപ്പർ എർത്ത് സ്ഥിരീകരിച്ചത്. ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് ജേർണലിൻ്റെ ജനുവരി ലക്കത്തിൽ ഇവരുടെ പഠനം ഉൾപ്പെടുത്തിയിരുന്നു. ചിലിയിലെ ലാ സില്ല ഒബ്സർവേറ്ററിയിലെ ഹാബ്സ് സ്പെക്ട്രോഗ്രാഫിൽ നിന്നുള്ള ഡാറ്റ വിശകലനം ചെയ്യുന്നതിനിടെ മൈക്കൽ ക്രെറ്റ്നിയർ 2022 ഈ ഗ്രഹത്തെ ആദ്യമായി കണ്ടെത്തുന്നത്. അടുത്തുള്ള ഒരു ഗ്രഹത്തിൻ്റെ ഗുരുത്വാകർഷണ സ്വാധീനം മൂലമാകാൻ സാധ്യതയുള്ള നക്ഷത്രത്തിൻ്റെ പ്രകാശ സ്പെക്ട്രത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ അദ്ദേഹം നിരീക്ഷിച്ചു. എങ്കിലും സിഗ്നൽ പരിമിതി ഗ്രഹത്തെ സ്ഥിരീകരിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കി. ആദ്യ സിഗ്നൽ സ്പെക്ട്രോഗ്രാഫിൻ്റെ കണ്ടെത്തൽ പരിധിയുടെ അരികിലായിരുന്നു. അതിനാൽ ഇത് യഥാർത്ഥമാണോ അല്ലയോ എന്ന് പൂർണ്ണമായും ബോധ്യപ്പെടുത്തുവാൻ പ്രയാസമായിരുന്നുവെന്ന് ഡോക്ടർ ക്രെറ്റ്നിയർ വിശദീകരിച്ചിരുന്നു. ഈ കണ്ടെത്തലിന് പിന്നാലെ അന്താരാഷ്ട്ര ശാസ്ത്രജ്ഞരുടെ ഒരു സംഘം 2 പതിറ്റാണ്ടുകളായി ശേഖരിച്ചിരുന്ന ഡാറ്റകൾ വിശകലനം ചെയ്തു. നീണ്ട നിരീക്ഷണങ്ങളുടെയും ഗവേഷണങ്ങളുടെയും ഒടുവിൽ HD 20794d ഒരു സൂപ്പർ എർത്ത് തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു. ഇത് നമ്മുടെ സൗരയൂഥത്തിനും അപ്പുറം വാസയോഗ്യമായ ഗ്രഹങ്ങൾ കണ്ടെത്താനുള്ള പ്രതീക്ഷകളെ കൂടുതൽ ബലപ്പെടുത്തുന്നതാണ്. നൂതന ഡാറ്റ പ്രോസസ്സിംഗ് രീതികൾ ഉപയോഗിച്ചാണ് ജ്യോതിശാസ്ത്രജ്ഞർ ഇത്തരമൊരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. ഭാവിയിലെ ബഹിരാകാശ ദൗത്യങ്ങളിൽ ഈ രണ്ടാം ഭൂമിയുടെ ഒരു ചിത്രം ലഭിക്കുമെന്ന പ്രതീക്ഷയും ശാസ്ത്രലോകം പങ്കുവയ്ക്കുന്നു. HD 20794d പ്രത്യേകത തന്നെ അതിൻ്റെ ഭ്രമണപഥം പൂർണ്ണമായും വൃത്താകൃതിയിലല്ല എന്നതാണ്. പകരം അത് ഒരു ദീർഘവൃത്താകൃതിയിലുള്ള പാതയാണ് പിന്തുടരുന്നത്. HD 20794d ജീവൻ നിലനിൽക്കുവാൻ അനുയോജ്യമായ സാഹചര്യങ്ങൾ ഉണ്ടോ എന്ന് ശാസ്ത്രജ്ഞർക്ക് ഇതുവരെയും നിർണ്ണയിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഭൂമിയുമായുള്ള അതിൻ്റെ സാമീപ്യം ഭാവിയിലെ ബഹിരാകാശ ദൗത്യങ്ങളെ ചൂടുപിടിപ്പിക്കുമെന്ന് ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. Branding partner EduBix Online Executive Education. Focus Physiotherapy Center Pattam. Unnat Engineering Gujarat. Tirthayatra.com. Iron Build Gujarat. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും
സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.